ഹായ് ഫ്രണ്ട്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും RFC വ്ളോഗിൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കോവിഡ് പാൻഡമിക്കിൽ നിൽക്കുകയാണ്. പലരും പോസിറ്റീവായിട്ടുണ്ട്, പലരും പോസിറ്റീവ് ആയതിനു ശേഷം നെഗറ്റീവ് ആയിട്ടുണ്ട്. പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടാണ് നമ്മുടെ തൊണ്ടയിൽ ഒരു കഫത്തിൻ്റെ ഫീല് വരുന്നുണ്ട്. കഫത്തിൻ്റെ ഫീല്, നെഞ്ചിലും കഫത്തിൻ്റെ ഫീല് വന്നിട്ട് പക്ഷെ നമുക്കത് പുറത്തോട്ട് എടുത്ത് കളയാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് നമ്മളെല്ലാം അനുഭവിക്കുന്നുണ്ട്. ഈ പോസിറ്റീവ് ആകുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മെയിനായിട്ടും നമ്മൾ കുറഞ്ഞതൊരു 3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കണം. കാരണം നമ്മുടെ ബോഡിയിലുള്ള ഈ ടോക്സിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ യൂറിനിലൂടെയും വിയർപ്പിലൂടെയും ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറഞ്ഞതൊരു 3 ലിറ്റർ വെള്ളമെങ്കിലും പൊതുവെ കുടിച്ചിരിക്കണം. അത് പൊതുവെ നമ്മൾ ചൂടുവെള്ളം കുടിക്കുമ്പോൾ കുറച്ച് നാരങ്ങ നീര് അതിലോട്ട് പിഴിഞ്ഞൊഴിച്ച് ലെമൺ ഹോട്ട് വാട്ടർ കുടിക്കാം. അതുപോലെ തന്നെ മഞ്ഞളിട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കാം. അതുപോലെ ജിഞ്ചറിട്ട് വെള്ളം കുടിക്കാം. ഇങ്ങനെയുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോഡിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് നമ്മുടെ യൂറിനിലൂടെയും ഡീഹൈഡ്രേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോകും. രണ്ടാമതായിട്ട് നമ്മുടെ വിറ്റാമിൻ സി കണ്ടന്റുള്ള ഫ്രൂട്ട്സ്, അതായത് സിട്രസ്, പപ്പായ, കിവി അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ ഒരുപാടായിട്ട് കഴിക്കണം. കാരണം ഈ വിറ്റാമിൻ സി കണ്ടന്റുള്ള ഫ്രൂട്ട്സ് നമ്മുടെ ബോഡി സെല്ലിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമതായിട്ട് നമ്മുടെ ഡെയിലി ഫുഡിൽ മെഗ്നീഷ്യം, പൊട്ടാസ്യം, അയൺ, കാൽഷ്യം അടങ്ങിയ വെജിറ്റബിൾസ് നമ്മൾ ഒരുപാടായിട്ട് കഴിക്കണം. ഇത്തരം വെജിറ്റബിൾസ് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അടുത്ത് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പവർ, അതായത് COVID-19 ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ഈ വിറ്റാമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗ്, സോയാബീന്, സീസൺ സീഡ്, അതായത് കരിഞ്ജീരകമാണ് സീസൺ സീഡ്. അതുപോലെ തന്നെ പല ടൈപ്പ് നട്ട്സ്, ഓൾനട്ട് അങ്ങനെയുള്ള നട്ട്സുകളിലും ഈ വിറ്റാമിൻ ഡി കണ്ടന്റ് കൂടുതലായിരിക്കും. ഈ വിറ്റാമിൻ ഡി കണ്ടന്റ് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പവർ, COVID-19 ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നവർക്കും അതുപോലെ തന്നെ പോസിറ്റീവ് ആയതിനു ശേഷം നെഗറ്റീവ് ആയവർക്കും മെയിനായിട്ട് അവരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. ആ 8 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ ഈ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ സംഭരിക്കാനുള്ള അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാനുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. കാരണം അത്രയും സമയം ഉറങ്ങിയാൽ മാത്രമേ ആ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലോട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ കോമൺലി നമുക്ക് ഉറക്കം വന്നില്ലെങ്കിൽ നമ്മൾ പൊതുവെ നമുക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ മിങ്കിളാവുക. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം വരും. കാരണം നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഏതെങ്കിലും ബുക്സ് റീഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഉറക്കം വരും. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകും. ഇപ്പോൾ നമ്മുടെ എല്ലാവരും അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ നെഞ്ചിനുണ്ടയിലും കഫത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഒറ്റമൂല്യമുണ്ട്, ഒരു പ്രതിവിധി ഔഷധമുണ്ട്. നവരയില എന്നാണ് പറയുന്നത്. നവരയില നമ്മുടെ നാട്ടിലെല്ലാം സുലഭമായിട്ട് കാണുന്നത്. പണ്ട് നമ്മൾ ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഈ നവരയില, അല്ലെങ്കിൽ പനിക്കൂർക്ക എന്ന് പറയും. അപ്പോൾ ഇതിനെ കൊണ്ടൊരു ഔഷധ ഗുണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കഫത്തിനെ ഇളക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ തുളസി, കരിഞ്ജീരകം, ഇതിനെല്ലാം നമ്മുടെ ഉറഞ്ഞ കഫത്തിനെ ഇളക്കാനുള്ള കഴിവുണ്ട് ഇതിന്. അപ്പോൾ ഇതിന് നമ്മൾ ഒരു ഔഷധ കൂട്ടായിട്ട് എങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം പൊതുവെ കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ നവരയില അല്ലെങ്കിൽ പനിക്കൂർക്ക എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. ഇത് നമ്മുടെ കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ചെറിയ മൂക്കൊലിപ്പോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇതിൻ്റെ ഇല വാട്ടിയതിന് ശേഷം അതിൻ്റെ നീരെടുത്ത് രാസനാദി പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം കുട്ടികളുടെ പതപ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മൂക്കൊലിപ്പ് ആ ഒരു ദിവസം കൊണ്ട് തന്നെ മാറിക്കിട്ടും. ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. അതുപോലെ തന്നെ തുളസിയിലയും നവരയിലയും കരിഞ്ജീരകം ഇട്ടിട്ടുള്ള ഒരു ഒറ്റമൂല്യം നമുക്കൊന്ന് പ്രയോഗിക്കാം. ഇത് ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം 3 നേരം ഒരു 3 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഉള്ളവരുടെ ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ കഴിക്കുക, അതിൻ്റെ കൂടത്ത് ഇതൊരു ഇളം ചൂടായിട്ട് തന്നെ ഈ വെള്ളം കുടിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നവരയില കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ കരിഞ്ജീരകം, കുറച്ച് തുളസിയില, ഇത് 3 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ഒരു 4-5 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചൂടാക്കുന്നത്. ഒരു 4-5 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനം എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അത് അടുപ്പിൽ വെച്ചൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച തുളസിയില ഒന്ന് കീറി ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നവരയിലയും കീറി നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കീറി ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ മുഴുവനായിട്ടും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കീറി ഇതിനെ ഇടുന്നത്. ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന കരിഞ്ജീരകം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ തിളയ്ക്കാൻ വേണ്ടി, ഒന്ന് വെട്ടി തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക.
നമ്മൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഒന്ന് നല്ല വെട്ടി തിളയ്ക്കട്ടെ. വെട്ടി തിളച്ചാൽ മാത്രമേ ഈ നവര ഇലയിലും തുളസി ഇലയിലും കരിഞ്ജീരകത്തിലുള്ള ഔഷധ ഗുണങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഒരു 5 മിനിറ്റോളം നമ്മൾ വെട്ടി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത ശേഷം ഈ വെള്ളത്തിനെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി ഒരു ഗ്ലാസ്സിലോട്ട് ഒന്ന് അരിച്ചെടുക്കാം. തീർച്ചയായും നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്യണം. 2-3 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ദിസ് ഈസ് RFC വ്ളോഗ് സൈനിങ് ഓഫ്. ബൈ.